प्यारे बच्चों नमस्ते। CBSE क्लास 10 കോഴ്സ് ബിയുടെ 2024-25 പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന കുറേ ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഗ്രാമർ പോർഷനിലെ പദബന്ധിൻ്റെ ഭാഗം മാത്രമാണ് ഇന്ന് പറയുന്നത്. നിങ്ങൾ ഇതുവരെ ഒരു ഗ്രാമറും പഠിച്ചു തുടങ്ങിയിട്ടില്ലേ പോലും ഇതൊന്ന് നോക്കിക്കൊണ്ട് പോയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 4 മാർക്ക് നിങ്ങളുടെ കയ്യിലിരിക്കും. എത്രയും പെട്ടെന്ന് നോക്കാം. सूखा पड़ने के कारण पेड़ों से पत्तियां एक कर गिरने लगी. इस वाक्य में क्रियाविशेषण पदबंध ചാണ്ടിയെ. ഇതിലെ ക്രിയാവിശേഷൻ പദബന്ധം ഏതാണെന്ന് വെച്ചാൽ എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, അവിടുത്തെ ക്രിയ വരുന്നത് ഏതാ? ഗിർനെ ലഗി എന്നുള്ളതല്ലേ. അപ്പോൾ ആ ക്രിയാവിശേഷണം അത് വീഴുന്നതിൻ്റെ പ്രത്യേകത ഏക്ക് കർക്കെ ഗിർനെ ലഗി. കണ്ണും അടച്ചെഴുതുക. അതിൻ്റെ ക്രിയാവിശേഷൻ പദബന്ധം ഏക്ക് കർക്കെ ഗിർനെ ലഗിയാണ്. ഒരു മാർഗം നമ്മുടെ കൈ കിട്ടി. ഇനി അടുത്തത്, ഇത്തനി മെഹനത്ത് സെ ഹംനെ പേട് ലഗായേ ഥേ ശരാർത്തി ബച്ചോനെ സബ് ഉഖാഡ് ദിയേ. അവിടെ ഇത്തനി മെഹനത്ത് സെ ഹംനെ അടിയിൽ വരച്ചിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന രേഖാഗത പദബന്ധക്ക നാം ലിഖിയെ. അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന പദബന്ധിൻ്റെ പേര് നിങ്ങൾ ഒന്നും ഓർക്കണ്ട, ഒന്നും ഇതുവരെ അറിയാൻ വയ്യ. പദബന്ധിനെ പറ്റി അറിയത്തേ ഇല്ലെങ്കിൽ നോക്കുക. ഹം അറിയാമല്ലോ, ഹമ്മ തുമ്മ മേമ ഉസ വഹ ഒക്കെ അറിയാമല്ലോ. അപ്പോൾ ആ ഹം വന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ കണ്ണു അടച്ചെഴുതുക, അത് സർവനാം പദബന്ധാണെന്ന്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയും, ആസ്മാൻ മേ ഉഡ്തേ പഞ്ചി സഭിക്കോ അച്ഛേ ലഗ്തേ ഹെ. അവിടെയും ആസ്മാൻ മേ ഉഡ്തേ പഞ്ചി അടിയിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ആ പദബന്ധിൻ്റെ പേരാണ് നമ്മൾ എഴുതേണ്ടത്. നോക്കുക, പഞ്ചിയാണ് വന്നിട്ട്, ആസ്മാൻ മേ ഉഡ്തേ പഞ്ചി. ആ പഞ്ചി എന്നുള്ളത് സപ്ഞയാണ്. അതുകൊണ്ട് കണ്ണു അടച്ചെഴുതുക, സപ്ഞാ പദബന്ധ്. അടുത്ത ക്വസ്റ്റ്യൻ, ലക്കടി की बड़ी अलमारी से पुस्तक ले आओ. इस वाक्य में विशेषण पदबंध कौन सा है? ഇതിനകത്ത് വിശേഷണ പദബന്ധ എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ ഇപ്പം വരുന്നത് ഇത്രയേ ഉള്ളൂ. ലക്കടിക്ക് ബടി അലമാരീസെ പുസ്തക ലേ ആവോ. തടി കൊണ്ടുള്ള അലമാരിയിൽ നിന്നും പുസ്തകം എടുത്തുകൊണ്ട് വരും. അപ്പം ആ തടി കൊണ്ടുള്ള അലമാരി, അത് മാത്രമല്ല അവിടുത്തെ വിശേഷണം, അതിൽ നിന്ന് എടുത്ത പുസ്തകമാണ്. അപ്പം ലക്കടിക്ക് ബടി അലമാരീസെ, കണ്ടോ, ആ അലമാരി, തടി കൊണ്ടുള്ള അലമാരി, അതാണ് അവിടുത്തെ വിശേഷണ പദബന്ധം വരുന്നത്. ജീവൻ ഡിബ്ബേനുമാ ചോട്ടെ ഘരോമേ സിമട്നെ ലഗാ ഹെ. ഈ വാക്യമേ സപ്ഞാ പദബന്ധം കോൺ സാ ഹെ. ഇവിടെ സപ്ഞാ പദബന്ധിനകത്ത് സപ്ഞ വരുന്ന ഖരാണ് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം, ഡിബ്ബേ മുനെ ചോട്ടെ ഖരെ. ഡിബ്ബേനുമേ ചോട്ടെ ഖരോമേ. കണ്ടോ, ആ ഡിബ്ബേനുമാ ചോട്ടെ ഖരാണ് ഇവിടുത്തെ സപ്ഞാ പദബന്ധം. അപ്പോൾ കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ണും അടച്ച് ഇതങ്ങ് പഠിച്ചുകൊണ്ട് പോവുക. ഈസി ആയിട്ട് നിങ്ങൾക്ക് 4 മാർക്ക് നിങ്ങളുടെ കയ്യിൽ